ഒരു പ്രകാശം അങ്ങ് കണ്ടപ്പോഴത്തേക്ക് മൂസാ നബി ബോധം കെട്ട് വീണുപോയി എന്ന് കാണാമല്ലോ. ഏതായിരുന്നാലും അള്ളാഹുവിനെ കണ്ടിട്ടില്ല, അള്ളാഹുവിന്റെ വചനം കേട്ടിട്ടേ ഉള്ളൂ. ആ സന്തോഷം അങ്ങ് കിട്ടിയപ്പോൾ മൂസാ നബി ഉമ്മത്തിന്റെ കാര്യം മുഴുവനും അങ്ങ് മറന്നുപോകുന്നു. മൂസാ നബി എല്ലാം മറന്നുപോയി. ആ സന്തോഷം കിട്ടിയപ്പോ എല്ലാം മറന്നു പോവുകയാണ്. എന്നാൽ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുത്തോട് ഏറ്റവും വലിയ സന്തോഷത്തിന്റെ വേളയിൽ അല്ലാഹു തആല പറയാണ്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാം പറഞ്ഞപ്പോ നബി തങ്ങൾ നിർത്തിയില്ല. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഏത് ഘട്ടത്തിലും നമ്മളെ മറക്കാത്ത നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നാൽ നബി തങ്ങൾക്ക് അള്ളാഹുവിനെ കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അള്ളാഹുവിനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ മൂസാ നബിക്ക് അള്ളാഹനെ കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അള്ളാഹുവിനോട് മുനാജാത്ത് നടത്താൻ, അള്ളാഹുവിന്റെ കലാമ കേൾക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ? അള്ളാഹുവിന്റെ കലാം, ആ അള്ളാഹുവിന്റെ കലാം കേൾക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു പ്രവാചകനാണ് കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം. എന്നാ മൂസാ നബി കാണാൻ പോയപ്പോണ്ടായ രംഗെന്താ? നബി തങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം കിട്ടിയപ്പോഴും നമ്മളെ മറന്നിട്ടില്ല. എന്നാ മൂസാ നബിയോ? പരിശുദ്ധമായ ഖുർആൻ ആ വിഷയവും പറയുന്നുണ്ട്. ഫലമ്മാ അതാഹാ നൂദിയ മൂസാ ഇന്നി അന റബ്ബുക ഫഖ്ലഅന അലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ. മൂസാ നബി അലൈഹിസ്സലാം അള്ളാനെ കാണാൻ പോകുമ്പോ മൂസാ നബിയുടെ ഉമ്മത്ത് കുറെ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അള്ളാഹുവിനോട് മുനാജാത്ത് നടത്തുമ്പോ ഞങ്ങളെ ഇന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം. കുറെ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാ മൂസാ നബി ചൊല്ലുന്നു, ആ തൂരി സീനാ പർവ്വതത്തിന്റെ പരിശുദ്ധമായ തായ്വാരത്തിലെത്തിയപ്പോൾ അവിടുന്നതാ വിളി വരാൻ. ഫലമ്മാ അതാഹാ നൂദിയ യാ മൂസാ, ഓ മൂസാ നബിയേ, ഇന്നി അന റബ്ബുക്, ഞാൻ നിങ്ങളുടെ റബ്ബാൻ. അതുകൊണ്ട് തന്നെ ഫഖ്ലഅന അലൈക, ഫഖ്ലഅന അലൈക, നിങ്ങൾ നിങ്ങളുടെ കാലിൽ ചെരുപ്പൊന്ന് ഊരിയിടണം. കാരണം ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ, നിങ്ങളൊരു പരിശുദ്ധമായ തായ്വരയിലാണുള്ളത്. അള്ളാഹുവിനോട് മുനാജാത്ത് നടത്താൻ മൂസാ നബി വരുമ്പോൾ മൂസാ നബിയോട് പറയുന്ന ചെരുപ്പൂരി വെക്കണം. എന്നാൽ മുത്തുനബിയോട് പറഞ്ഞതോ ലാ തഖ്ലഅന അലൈക, നബിയെ അങ്ങ് ചെരുപ്പ് ഊരേണ്ടതില്ല, ചെരുപ്പോടുകൂടെ ഇങ്ങ് പോരൂ. അത് നബി തങ്ങളുടെ ഏറ്റവും വലിയ ബഹുമാനമാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെ അതാ മൂസാ നബി അള്ളാഹുവിന്റെ വചനം കേൾക്കുകയാണ്. ആ വചനം കേട്ടപ്പോൾ മൂസാ നബിക്ക് കാണാനുള്ള കൊതിയാവുന്നു അള്ളാഹുവിനെ. അവിടുന്ന് ദുആ ചെയ്യുന്നു, റബ്ബി അരിനി അൻദുറു ഇലൈക, റബ്ബി അരിനി അൻദുറു ഇലൈക, പടച്ചവനെ എനിക്ക് നിന്നെ ഒന്ന് കാണിച്ചു തരുമോ, ഞാൻ നിന്നെ ഒന്ന് കണ്ടോട്ടെ. ആ സമയത്ത് അള്ളാഹുവിന്റെ മറുപടി ലാ തറാനീ, മൂസാ നബിയെ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുകയില്ല.
നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയൂല. പിന്നെയോ ഉൻളുർ ഇലൽ ജബൽ, നിങ്ങൾ ആ പർവ്വതത്തിലേക്ക് നോക്കിക്കോളൂ. ഒരു പ്രകാശം അങ്ങ് കണ്ടപ്പോഴത്തേക്ക് മൂസാ നബി ബോധം കെട്ട് വീണുപോയി എന്ന് കാണാമല്ലോ. ഏതായിരുന്നാലും അള്ളാഹുവിനെ കണ്ടിട്ടില്ല, അള്ളാഹുവിന്റെ വചനം കേട്ടിട്ടേ ഉള്ളൂ. ആ സന്തോഷം അങ്ങ് കിട്ടിയപ്പോൾ മൂസാ നബി ഉമ്മത്തിന്റെ കാര്യം മുഴുവനും അങ്ങ് മറന്നുപോകുന്നു. മൂസാ നബി എല്ലാം മറന്നുപോയി. ആ സന്തോഷം കിട്ടിയപ്പോ എല്ലാം മറന്നു പോവുകയാണ്. എന്നാൽ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുത്തോട് ഏറ്റവും വലിയ സന്തോഷത്തിന്റെ വേളയിൽ അല്ലാഹു തആല പറയാണ്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാം പറഞ്ഞപ്പോ നബി തങ്ങൾ നിർത്തിയില്ല. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഏത് ഘട്ടത്തിലും നമ്മളെ മറക്കാത്ത നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ നേതാവിനെ ഒരു ദിവസം സ്വലാത്തു ചൊല്ലാതെ മറന്നു കളയാൻ ഈമാനുള്ള ആളുകൾക്ക് കഴിയോ? അല്ലാഹുവേ, സ്വലാത്തിന്റെ അഹ്ലുകാരിൽ ഞങ്ങളെ നീ പെടുത്തി തരണേ റഹ്മാനെ.